കന്യാകുമാരി ചെന്നിട്ട് എങ്ങനെയാ ബാഗ് വാങ്ങിക്കാണ്ട് വരിക? അപ്പോൾ അവിടുത്തെ മറ്റേ ചിപ്പിയൊക്കെ വെച്ചുള്ള ബാഗ് ആക്ച്വലി ഞങ്ങൾ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം അതുകൊണ്ട് വേറെ സൈസ് ബാഗൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ എന്തോരം അടിപൊളി ക്യൂട്ട് ക്യൂട്ട് ബാഗുകളാണെന്ന് നോക്കി എനിക്ക് എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം നമുക്ക് വാങ്ങാൻ തോന്നുമല്ലോ, അത് സ്വാഭാവികമാണല്ലോ. അങ്ങനെ ഒരു ബാഗ് വാങ്ങി. അമ്മയ്ക്കായിരുന്നു ബാഗ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഇവിടുത്തെ ബാഗ് കളക്ഷൻസ് ആണ്. ഈ ബാഗ് കണ്ടു, ബുദ്ധൻ്റെ ബാഗ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഗണപതി ഭഗവാന്റെ ഡിസൈനുള്ള ബാഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബാഗ് എല്ലാം നോക്കി. ഇവിടെ ആണെങ്കിൽ ബാഗും പേഴ്സും ഹാൻഡ് ബാഗ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. സോ നിങ്ങൾ എന്തായാലും കന്യാകുമാരി പോവുകയാണെങ്കിൽ ഈ കടയിൽ കയറണം. എല്ലാ കടയിലും ബാഗ് കളക്ഷൻസ് ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഈ കടയിലാണ് കയറിയത്. ഇത് ഒത്തിരി ബാഗുള്ള ഒരു കടയാണ്. അതായത് നമ്മുടെ റോഡിൽ നിന്നും ഈ അമ്പലത്തിലോട്ട് പോകുന്നവർക്ക് ഇഷ്ടംപോലെ സ്ട്രീറ്റ് പോലെ ഇങ്ങനെ കടകളുണ്ടല്ലോ, അതിലൊരു കടയാണ്. ഒത്തിരി ബാഗ് വിൽക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ ഈ 2 ബാഗും അതിലതുകൊണ്ട് ഈ ഒരു കളറാണ് സെലക്ട് ചെയ്തത്. ഇതാണെങ്കിൽ നമുക്ക് ഹാൻഡ് ബാഗ് ആയിട്ടും ഇടാം, ബാക്ക് ബാഗ് ആയിട്ടും ഇടാം. അപ്പൊ അമ്മയ്ക്ക് ബാക്ക് ബാഗ് ആയിട്ട് ഇടുന്നതാണ് ഇഷ്ടം, എനിക്ക് എൻ്റെ ഹാൻഡ് ബാഗ് ആയിട്ട് ഇടുന്നതാണ് എനിക്കിഷ്ടം. കാരണം കോളേജിലൊക്കെ പോകുമ്പോൾ എന്തായാലും നമ്മൾ ബാക്ക് ബാഗ് ഒക്കെ ആണല്ലോ ഇടുന്നത്. അപ്പൊ എനിക്ക് സൈഡ് ബാഗ് ഇടാൻ ഒരു കൊതിയുണ്ട്, പിന്നെ അമ്മയ്ക്ക് ബാക്ക് ബാഗ് ഇടാനാ കൊതി. പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ മാറ്റി തിരിച്ചിടാലോ. അപ്പൊ അങ്ങനെ അവിടുത്തെ ആളാണെങ്കിൽ എങ്ങനെയാണ് ഇത് ബാക്ക് ബാഗ് ഒക്കെ ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു. അങ്ങനെ ആങ്കിൾ ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം കണ്ടപ്പോൾ ഒത്തിരി ഉണ്ടല്ലോ എന്ന് തോന്നി, പക്ഷെ സംഭവം സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് അത് വാങ്ങിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ നമ്മുടെ ബാഗ് ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിന് റേറ്റ് ആണെങ്കിൽ ഒരു 400-നുള്ളിലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ കടയിൽ പോയി വിസിറ്റ് ചെയ്യണം.